ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ എന്ന പട്ടികയിൽ നിന്നും മുകേഷ് അംബാനി പിന്നിലേക്ക് പോയെങ്കിലും ആ സ്ഥാനം തിരിച്ചുപിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അദ്ദേഹം. പുതിയ പ്രഖ്യാപനങ്ങളുമായി ഒരു വശത്ത് അദാനി മുന്നേറുമ്പോൾ മറുവശത്ത് പുതിയ പാതകൾ വെട്ടി അംബാനി മുന്നോട്ട് പോവുകയാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയൊരു ലയനത്തിനാണ് ഇപ്പോൾ രാജ്യം സാക്ഷിയായിരിക്കുന്നത്. വയാക്കോം 18 മീഡിയയുടെ ജിയോ സിനിമ ബിസിനസ്സുകൾ സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ലയിപ്പിച്ച നടപടി പ്രാബല്യത്തിൽ വന്നതായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, വയാക്കോം 18, ഡിസ്നി തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രസ്താവനയിൽ പറയുന്നു. NCLT മുംബൈ, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, മറ്റു റെഗുലേറ്ററി അതോറിറ്റികളുടെ അനുമതി ലഭിച്ചതോടെ ലയന നടപടികൾ പൂർത്തിയായി. സംയുക്ത സംരംഭത്തിനായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് 11,500 കോടി രൂപ നിക്ഷേപിച്ചിരിക്കുകയാണ്. സംയുക്ത സംരംഭത്തിലെ ഓഹരികൾ ആസ്തികൾക്കും പണത്തിനുമായി വയാക്കോം 18നും RILAയ്ക്കും അനുവദിച്ചിട്ടുണ്ട്. 70,352 കോടി രൂപയുടെ പുതിയ സംയുക്ത കമ്പനിക്കാണ് ഇതോടെ രൂപം നൽകിയിരിക്കുന്നത്. ലയനശേഷമുള്ള സംയുക്ത കമ്പനിയെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നിയന്ത്രിക്കും. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് 16.34%, വയാക്കോം 18ന് 46.82%, ഡിസ്നിക്ക് 36.84% ഓഹരി പങ്കാളിത്തം ഉണ്ടാകുമെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. നിത മുകേഷ് അംബാനിയാകും സംയുക്ത കമ്പനിയുടെ ചെയർപേഴ്സൺ. ഓരോ വിഭാഗങ്ങൾക്കും ഓരോ CEO ആയിരിക്കും നിയമിക്കുന്നത്. അവർ കമ്പനിയെ പുതിയ യുഗത്തിലേക്ക് നയിക്കുമെന്നാണ് പ്രതീക്ഷ. വിനോദ വിഭാഗത്തെ കെവിൻ വാസ് നയിക്കും. സംയോജിത ഡിജിറ്റൽ ഓർഗനൈസേഷന്റെ ചുമതല കിരൺ മണി ഏറ്റെടുക്കും. സ്പോർട്സ് വിഭാഗത്തെ സംജോങ് ഗുപ്ത നയിക്കും. ബോധി ട്രീ സിസ്റ്റംസ് സഹസ്ഥാപകൻ ഉദയ് ശങ്കർ വൈസ് ചെയർപേഴ്സൺ ആകും. കമ്പനിയുടെ തന്ത്രപ്രധാന മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക ഉദയ് ശങ്കർ ആയിരിക്കുമെന്നാണ് പ്രാഥമിക വിവരം. പുതിയ സംരംഭത്തിന്റെ രൂപീകരണത്തോടെ ഇന്ത്യൻ മാധ്യമ വിനോദ വ്യവസായം ഒരു പരിവർത്തന യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളുടെ ആഴത്തിലുള്ള സർഗാത്മക വൈദഗ്ധ്യവും ഡിസ്നിയുമായുള്ള ബന്ധവും ഇന്ത്യൻ ഉപഭോക്താവിനെ കുറിച്ചുള്ള ഞങ്ങളുടെ സമാനതകളില്ലാത്ത ധാരണയും ഇന്ത്യൻ കാഴ്ചക്കാർക്ക് താങ്ങാവുന്ന വിലയിൽ സമാനതകളില്ലാത്ത ഉള്ളടക്കം ഉറപ്പാക്കും. സംരംഭത്തിന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ വളരെ ആവേശത്തിലാണ്. എല്ലാ വിജയങ്ങളും നേരുന്നു, റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി പറഞ്ഞു. മറ്റൊരിടപാടിൽ പാരമൗണ്ട് ഗ്ലോബലിന് വയാക്കോം 18-ലുണ്ടായിരുന്ന 13.01% ഓഹരികൾ റിലയൻസ് ഏറ്റെടുത്തിട്ടുണ്ട്. 4,286 കോടിയുടേതാണ് ഇടപാട്. ഇതോടെ വയാക്കോം 18-ലെ 70.49% ഓഹരികളും റിലയൻസിന് സ്വന്തമായി. 13.54% ഓഹരികൾ നെറ്റ്വർക്ക് 18 മീഡിയ ആൻഡ് ഇൻവെസ്റ്റ്മെന്റിനും 15.97% ബോധി ട്രീ സിസ്റ്റംസിനുമുള്ളതാണ്. സ്റ്റാർ, കളേഴ്സ് ടെലിവിഷൻ ചാനലുകൾ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളായ ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ എന്നിവയാണ് ഒന്നിച്ചണിനിരക്കുന്നത്. 100-ലധികം ടെലിവിഷൻ ചാനലുകളാണ് കമ്പനിക്ക് കീഴിൽ പ്രവർത്തിക്കുക. ഹോട്ട്സ്റ്റാറിനും ജിയോ സിനിമയ്ക്കുമായി 5 കോടിയിലധികം വരിക്കാരാണ് നിലവിലുള്ളത്. ലയനത്തോടെ ഇന്ത്യൻ മാധ്യമരംഗം മാറ്റത്തിന്റെ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനി പറയുന്നു.